ഹലോ, ഇന്ന് നമ്മളെ ബിരിയാണി വെക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ ഉമ്മയാണ് ബിരിയാണി വെക്കാറ്. പക്ഷെ ഇന്ന് ഒരു വെറൈറ്റിക്ക് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ ബിരിയാണി വെക്കാൻ പോകുന്ന വീഡിയോന്റെ കാര്യം പറഞ്ഞു ഉടനെ ബാക്കിലുള്ള എല്ലാവരും എസ്കേപ്പ് ആയിട്ടാ. അപ്പൊ ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നത് ഉപ്പയാണ്. ഇതുവരെ ജീവിതത്തിൽ ഇപ്പൊ അടുക്കളയിൽ കയറിയിട്ട് വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ എന്റെ അറിവിലില്ല. അതുകൊണ്ട് ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നത് ഉപ്പയാണ്. ഫുൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഉമ്മയും. അപ്പൊ എന്താവും അവസ്ഥ എന്ന് നോക്കാം. ഉമ്മ എവിടത്തെ ബിരിയാണി വെക്കുന്നേ? തലശ്ശേരി ബിരിയാണി. തൃശ്ശൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിരിയാണി നിങ്ങൾക്ക് അറിയാലോ. 2 ബിരിയാണി വെക്കും, ഒന്ന് റാവുത്തർ ബിരിയാണി, ഒന്ന് തൃശ്ശൂർ ദമ്മ ബിരിയാണി. അപ്പൊ ഷമീർ വന്നതിനോടനുബന്ധിച്ചിട്ട് ഇന്ന് നമ്മൾ സ്പെഷ്യൽ തൃശ്ശൂർ ബിരിയാണിയാണ് വെക്കുന്നത്, ദമ്മ ബിരിയാണി. അപ്പൊ നമുക്ക് ഉപ്പ എന്താ അവിടെ ചെയ്യണേ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പോയി നോക്കിയാലോ. ബൈ. ഹായ്, തലക്കെട്ടൊക്കെ ഇട്ട് നിൽക്കണ്ടല്ലോ. ഹായ്, ഇന്ന് നമ്മൾ തൃശ്ശൂർ ബിരിയാണി വെക്കാൻ പോണത്. ഇന്ന് കുക്കിംഗ് ഫുള്ളും ഞാനാ. അതെ. ഇപ്പൊ എന്തായി അവസ്ഥ? സബോള പൊരിച്ചെടുക്കുക. സബോള പൊരിച്ചെടുക്ക അല്ലേ? നന്നായി. അതിന് ശേഷം അടുത്തത് പറയാം. ഓക്കെ. അതെ, ഇന്ന് എന്റെ മാപ്പിളെ കുക്കിങ് ബിരിയാണി ആളെ കൊണ്ട് വെച്ചിരിക്കാണ്. അതെ, നമ്മള് വെക്കോ, നമ്മൾ പിന്നെ കൂടുതലും പുറത്തേക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ചെയ്യാറില്ല കുക്കിങ്. അതെ. അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പൊ എല്ലാരും പറഞ്ഞപ്പോ നമുക്ക് വെക്കാന്നുള്ള തീരുമാനമായി. അപ്പൊ നമ്മള് തൃശ്ശൂർ ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത്. അതെ, ഫുള്ള് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഉമ്മ. അതെ, ഉമ്മ ഏറ്റവും സെറ്റ് പറഞ്ഞു കൊടുക്കൂലേ? ഞാനാണ് ശരിക്കും സത്യത്തിൽ പറഞ്ഞു കൊടുത്തത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിട്ട് വരാം അല്ലേ? ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, പൂച്ചനെ കളിപ്പിച്ചിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അടുക്കളയിൽ ഒരാളുണ്ടായിരുന്നു. ബാക്കിയുള്ള വിശേഷം പറയാന്ന് പറഞ്ഞ അങ്ങോട്ട് ഓടി. നമുക്ക് ഷമീർ ഇവിടെ എവിടെയോ ഉണ്ടാവും. അത് നമ്മുടെ സുനിയേട്ടൻ കേട്ടാ. നമ്മുടെ പ്രിയപ്പെട്ട സുനിയേട്ടൻ പണി കഴിഞ്ഞ് വരികയാണ് കേട്ടാ. ഇവിടെ ചേച്ചാമോളൊക്കെ കണ്ടില്ലേ? നല്ല കരച്ചിലായിരുന്നു. പ്രകൃതി രമണീയം കാണാൻ വേണ്ടിട്ട് പുറത്തേക്ക് എടുത്ത ചേച്ചാമോൾ. എന്താ പറയണേ? ചേച്ചാമോൾ എന്താ പറയണേ ഇംഗ്ലീഷില്? ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തേ, ഹായ് പറഞ്ഞേ. ഹായ്. ഹായ് പറഞ്ഞു. അതെ അതെ അതെ, വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ വീട്ടിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഇന്ന് ഫുള്ള് സ്പെഷ്യൽ ഉപ്പയാണ് കുക്കിങ്. നീ കണ്ടാ? ഉപ്പയാണ് സ്പെഷ്യൽ. വായു. ഇന്ന് ഗഫൂർ പിയാണ് വെപ്പ്. തരംഗം. അപ്പൊ ഇന്ന് കൊളാവും. അതെ, നമ്മളെ വെക്കാത്തൊരു കുറവുള്ളൂ. നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെച്ച പോലെ ഉണ്ടാവും. പണ്ടത്തെ നമ്മള് കല്യാണ വെപ്പിലൊക്കെ പോയിട്ടുണ്ട്. കുക്ക് പണ്ടത്തെ അല്ലേ? ഇപ്പടെ ഫ്രണ്ട് ഫൈസിൽക്കൊക്കെ മെയിൻ ഇടാൻ പോവാട്ടാ. ഞാൻ നമ്മൾ എന്താ ചെയ്യാൻ പോണു ഇപ്പൊ പറയണം. നമ്മള് ഇനി ചിക്കൻ പൊരിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മള് എന്തിലേക്കുള്ള സബോളയാണ് അത് വാട്ടിയത്? സബോള നമ്മൾ ദമ്മിടാനൊക്കെ ചോറിലേക്കുള്ള സബോള വാട്ടി. അടുത്ത് ചിക്കൻ പൊരിച്ചെടുക്കാം അല്ലെ? ചിക്കൻ പൊരിച്ചെടുക്കാം. ആ സബോളയാണ് കേട്ടോ. ഇവിടെ കരിഞ്ഞിട്ടില്ലല്ലോ? ഇല്ലല്ല, അതങ്ങനെ തന്നെ കളറ്. അങ്ങനെ കളറല്ല, ഒന്നുകൂടി മൊരിഞ്ഞു കുഴപ്പമില്ല. അല്ല, അത് ലെവല് വേണം. അതെ, അപ്പൊ അത് കറക്റ്റ് ആവുള്ളൂ. ഇതിപ്പോ എത്ര കിലോ അരിക്കാണ് എത്ര ചിക്കൻ? 2 കിലോ അരി പറഞ്ഞില്ലല്ലോ. 2 കിലോ അരി. ചിക്കൻ എത്ര വാങ്ങി? 4 കിലോ. 4 കിലോ ചിക്കൻ. ചിക്കൻ 4.5 കിലോ വാങ്ങിയതൊക്കെ ഞാൻ തന്നെ ചോദിക്കുന്നത്. പകുതി അടിച്ചു മാറ്റി. ഇല്ല, പീസ് മാത്രം എടുത്തു, ബാക്കിയൊക്കെ 2 കിലോ വെച്ച് കഴിഞ്ഞാൽ 10-12 ആൾക്ക് ഭക്ഷണം കഴിക്കാം. അവരെ വിളിച്ചിട്ടില്ലല്ലോ കുഞ്ഞിപ്പോ. അപ്പൊ അവരൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യൽ ഗസ്റ്റ് ഷമീറും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പ, ഫസിലാത്ത, കുട്ടികളെല്ലാരും ഉണ്ടാവും കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമന്റിൽ അത് ഏതാ കുട്ടികൾ എന്നൊക്കെ. നമ്മുടെ കുഞ്ഞിപ്പാടെ കുട്ടികളാണ്.
അപ്പൊ ഇത് വറുത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത് ഇതിടാം അല്ലേ? ഇത് പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് പിന്നെ അതിടാം. അതെ, സബോളക്കുള്ള കട്ടിങ് ആണ് കേട്ടാ. സബോളക്കുള്ളതല്ല, എന്തിനുള്ള കറിക്ക് മസാലക്കുള്ള കട്ടിങ് ആണ്. നമ്മളൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ കേൾക്കും. നിങ്ങൾക്ക് ഒരു പൊരിച്ച് ഇടാനുള്ള ഒരു പാത്രം പഠിക്കും. പിന്നെ കിട്ടും. ഇത് പൊരിച്ച് ഏതിടുന്ന പാത്രം നോക്കിയാൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മള് രണ്ടാമത് ഇട്ടു. ഇനി അടുത്തത് മസാലേന്റെ പരിപാടികൾ ഉണ്ടാക്കാൻ പോണത്. അതെ, ഇത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് അല്ലേ? ബിരിയാണി. അതെ, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണം. ഫസ്റ്റത്തെ നമ്മളൊരു ഹാഫ് വേവ് അല്ലേ? അടുത്തത് ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചാവും. ഓക്കെ, എല്ലാം പടം മാത്രം സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ ഉമ്മാണ് ഫുള്ള് ഹെൽപ്പ്. ഉപ്പാക്ക് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ടാറ്റ പറയുന്നുണ്ട്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു വ്ളോഗ് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. വ്ളോഗ് ഇടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും ഉപ്പാടേക്ക് നമുക്ക് പോവാം. അത് എവിടെ കേട്ടാ, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. പപ്പുവിനെ കെട്ടിയിട്ടിരിക്കട്ടാ. പപ്പു സങ്കടം പറയാം, എന്തിനാണ് കെട്ടിയിട്ട് എന്ന് പറഞ്ഞൊരു സങ്കടം പറയാം. പപ്പുവിനെ മുടിയൊക്കെ കളഞ്ഞു കേട്ടാ, ചെറിയ ഉണ്ണിയുള്ള കാരണം. പപ്പു പോട്ടെ, നാളെ തന്നെ അയച്ചിട്ടാ. ഇന്ന് അയച്ചിടൂല. പപ്പു അടുത്തതിൽ കുറച്ച് എണ്ണ കോരി എടുക്കണം. എണ്ണയോ? എന്നിട്ട് നമുക്ക് സബോള വാട്ടണം, മസാല ഉണ്ടാക്കണ്ടേ? മസാല ഉണ്ടാക്കാം. അപ്പൊ ഇതിൽ ആവശ്യത്തിന് കൂടുതൽ എണ്ണ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് എണ്ണ ചെയ്യുന്ന കോരി എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ സബോള ഇടാം. അപ്പടി ഇടണ ഇട്ടോ അല്ലേ? കട്ട് ചെയ്താ നീ പറയാൻ പാടില്ലേ? ഞാൻ വെച്ചില്ലേ, ചോദിക്കില്ലേ? വീഡിയോയില് കാണുന്നു പറഞ്ഞിട്ട് ഞാനിത് എടുത്ത് വെച്ചിട്ട് പിന്നെ ചോദിച്ചാ എത്ര മതിയെന്ന്. അതാണ് എന്റെ കണ്ണിൻ കണക്ക്. അപ്പൊ എനിക്ക് അറിയണത്. അപ്പൊ എന്താണ്, ഉള്ളി നന്നായിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി വാടണം. ഇനി മസാല ഉണ്ടാക്കണം. അതെ, ആയി വരട്ടെ. അപ്പൊ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടൊന്ന് വാട്ടണം. അപ്പൊ വേഗം കുഴഞ്ഞു കിട്ടും. ഒന്ന് കുഴഞ്ഞു വരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കുറെ ഒരു അരമണിക്കൂറൊക്കെ ശരിക്കും പിടിക്കും. സബോള നന്നായിട്ട് വാടി ഒന്ന് കുഴഞ്ഞു വരണമെങ്കിൽ കുറച്ച് ഇതുണ്ട്. വാടിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബിരിയാണിക്ക്. മസാലയാണ് മെയിൻ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുക. കണ്ടോ ബിരിയാണി കണ്ടോ? കുറച്ച് കേട്ടോ. അപ്പൊ മസാല നന്നായി കുഴയണം. നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് പരുവാകണം. അതെ, അപ്പൊ നന്നായിട്ട് കുഴഞ്ഞ് പരുവായാലേ മസാലക്ക് അടിപൊളി ആവുള്ളൂ. നന്നായി കത്തിക്കണം. തീയൊക്കെ നന്നായി കത്തിച്ച് നന്നായി ഇതാണ്. ഗ്യാസിൽ വെച്ചാലൊന്നും മുതലാവില്ല. പിന്നെ വിറകല് വെക്കുമ്പോ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഗ്യാസിലത്തെ പോലെ പെട്ടെന്നാവും. പക്ഷെ ഓർക്കാൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ചേച്ചാ. നമുക്ക് സബോള വാടി. അപ്പൊ ഞാൻ അടുത്തത് നമ്മളിതാ ഇഞ്ചി പേസ്റ്റ്. അടുത്തത് വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തത് പച്ചമുളകിന്റെ പേസ്റ്റ്. അങ്ങനെ എല്ലാം കൂടെ. സത്യം പറഞ്ഞാൽ ഇത് ഉമ്മാക്ക് വളരെയധികം ഒരു ഹെൽപ്പും കൂടിയാണ്. ഉമ്മ ഇന്ന് ഒരുപാട് എന്താ പറയാ ടയേർഡാണ് ഓൾറെഡി. അത് ഉമ്മ എന്താ സംബന്ധിച്ചാൽ നമ്മള് എയർപോർട്ടിൽ പോവാന് 1.5-3 മണിക്കൂർ കൊണ്ട് നമ്മള് വരുന്നതാണ് വേറെ. ആ 3 മണിക്കൂർ കൊണ്ടാണ് നമ്മള് യാത്ര ചെയ്ത് എത്തല്.
അന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ 3 മണിക്കൂറിൽ നമ്മൾ തിരിച്ചെത്തും. മോനെ ദുനിയാവൊക്കെ ഇത് നമ്മൾ 9.5 മണിക്കൂറായി. നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായിണ്ടോ? 9.5 മണിക്കൂറായി നമ്മള് അവിടെ നിന്ന് വരാം. അതിന് ഉമ്മ ഒരുപാട് എന്താ പറയാ വയ്യാണ്ടായി. ആ ക്ഷീണാണ് ഇപ്പൊ ഉമ്മക്ക്. കാരണം ആ ഉറക്കമില്ലായ്മയും ആ പ്രഷറും ഷുഗറൊക്കെ ഉള്ള കാരണം അതൊക്കെ ഉമ്മക്ക് എഫക്ട് ചെയ്തു. അപ്പൊ അതാണ് ആ ക്ഷീണത്തിൽ നിന്ന് മാറി വരാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ എന്തായി? അത് മസാല ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത എന്താ ഇടുന്നേ? അടുത്തത് തക്കാളിയാണ്. തക്കാളി വേഗം വെന്തിട്ടില്ല, വെന്തിട്ടും തക്കാളി ഇടും. നന്നായിട്ട് വേഗം പച്ച കുത്തൊന്ന് പോണം. അടുത്ത് തക്കാളി കുരുകുരാന്ന് അരിഞ്ഞതാണ് കേട്ടോ. അതെ, കുരുകുരാന്ന് അരിഞ്ഞത്. മസാല വേണം. ഇതാകുമ്പോൾ പൊടികളാണ്. ഒരു 3.5 സ്പൂണ് മുളക് പൊടി, ഒരു 1.25 സ്പൂണും മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി മസാല അത് ഒരു 2-3 സ്പൂണും. അതെല്ലാം കൂടെ മൊത്തം ഇടാൻ പോവാം കേട്ടോ. അടുത്തത് നമ്മൾ മസാലപ്പൊടി ഇടുന്നത് ഒരു 3.5 സ്പൂൺ 4 സ്പൂൺ ഉണ്ടാവും ടെസ്റ്റ്. അതെ, എന്ത് ഈ സാധനം മസാല ഇതൊക്കെ ഇടുമ്പോഴല്ലോ നല്ല മണം. അപ്പൊ നമുക്ക് ഉപ്പ് നോക്കാം. എരിവ് അത്യാവശ്യം ഉണ്ട്. ലേശം ഉപ്പിടണം. പിന്നെ മസാലപ്പൊടി ഇതൊക്കെ കുറച്ച് ഇടാറുണ്ട്. ഇപ്പൊ നമ്മള് കുരുമുളക് പൊടി ഇട്ടു അല്ലേ, മഞ്ഞപ്പൊടി ഇട്ടു, എല്ലാം ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് മസാല റെഡി വരുന്നുണ്ട്. അതിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ അവിടെ ഓൾറെഡി നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മസാല അവിടെ റെഡി ആവുന്നുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നല്ല സമീറ നോക്ക്, ഇപ്പൊ നോക്ക് ഉപ്പ് കട്ടല്ലേ? ഇനി ഇപ്പിടണ്ട, ഇട്ടല്ലേ? അപ്പൊ അടുത്തത് മസാല ഒക്കെ റെഡിയായി. നമുക്ക് ചിക്കൻ ഇടുക കേട്ടോ. ഭയങ്കര എന്താ പറയാ പ്രോപ്പർ കുക്കിംഗ്. സൂപ്പർ എരിവും ഇതൊക്കെ ആയില്ലേ. അപ്പൊ പുതിന മിന്റ് മല്ലിയില അല്ല ഉപ്പാക്ക് ഞാൻ ഒരു ഭാവി കാണുന്നുണ്ട് കേട്ടാ. സൂപ്പർ ആയില്ലേ? നമുക്കത് ഒരു മെസ്സ് തുടങ്ങിയാലോ? മെസ്സ് തുടങ്ങിയാൽ നമുക്ക് ജീവിച്ചു പോവാല്ലേ. നമ്മള് പഴയത് എടുക്കണ്ട വെച്ചിട്ടാ. കൂടുതൽ കുക്കിംഗ് വരാറില്ല. മറ്റേ വന്നാൽ പുലിയായിരിക്കും. മറ്റേ ഇത് ഇന്നസെന്റ് പറഞ്ഞ മാതിരി പണ്ടത്തെ ജിംനാസ്റ്റിക് അവസ്ഥ. പണ്ടത്തെ പണ്ടാരിയാണ് കേട്ടാ. നേരെ കുറെ കഴിഞ്ഞിട്ടാ ഇനി നേരെ കൊണ്ട് ഇത് അടച്ചേക്കാണ്. ഇനിയിപ്പോ അടച്ചു വെക്കാം നമുക്ക്. അപ്പൊ പരിപാടി കഴിഞ്ഞു. ഇടാൻ പോവാണ് കേട്ടാ. ദമ്മിടല് പരിപാടി എല്ലാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു. പടപ്പിടുത്ത വിട്ട ദമ്മിടില്ല കേട്ടാ. കളറ് നമ്മളിടുന്നുണ്ട് കുറച്ചിങ്ങനെ. ഇത് കോമഡി എന്ന് വെച്ചാല് അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ ഈ വീഡിയോസില് അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. മസാല ഇടുന്നുണ്ട് കേട്ടോ. നാരങ്ങ നീര് കഴിക്കുന്നുണ്ട്. മതി, സെറ്റ്. പ്രൊഫഷണലാണ്, പ്രൊഫഷണൽ കേട്ടോ. അടുത്തത് ചിക്കൻ കണ്ടോ? ചിക്കനൊക്കെ എടുത്തിങ്ങോട്ട് ഇടുക തുടങ്ങി. അപ്പൊ ഒരു ലെയർ കഴിഞ്ഞു. രണ്ടാമത്തെ ലെയർ അപ്പൊ രണ്ടാമത്തെ ലെയറും കഴിഞ്ഞു. നല്ല ചോറ് തട്ട് തുടങ്ങി. അത് ഏകദേശം ദമ്മിടുന്നതിന്റെ വക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദമ്മിട്ടോണ്ടിരിക്കുന്നു ഇപ്പൊ.
അപ്പൊ അവസാനത്തെ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോമഡി വെച്ച് കഴിഞ്ഞാല് കണ്ടാ ഇതിന്റെ ഒക്കെ ഉപ്പാടെ ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിനെ കാണിച്ചു കേട്ടോ. ആരത്? ഇതൊക്കെയാണ് പട ബാക്കിയാണല്ലേ, പട ബാക്കില് ഉമ്മയാണ് ഇതിന്റെ മെയിൻ കേട്ടാ. ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. ഉപ്പ പ്രവൃത്തി കണ്ട സെറ്റ്. ഇതാണ് ടെസ്റ്റ് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇപ്പൊ കഴിച്ചോക്കാം. പോവാട്ടോ. അപ്പൊ അവസാനത്തെ കത്തിക്കലും കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ നേരെ തമ്മിലോട്ട്. ഓക്കെ, അപ്പൊ അവരോട് കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഇത് കഴിഞ്ഞിട്ടാ. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ എന്തായാലും ഇത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ വെക്കാൻ. നോക്കുമ്പോ സമ്മതിക്കണം, തീയും ചൂടും എളുപ്പമല്ല. നമ്മള് ആളുകളൊന്നും കഴിക്കുമ്പോ പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ല, അതില്ല അതില്ല എന്നൊക്കെ പറയും. പക്ഷെ അവരോട് ഭയങ്കര വിഷമാവും ഇത്. പക്ഷെ നമ്മളത് വന്നിട്ട് ഇവിടെ ഉൾക്കൊള്ളുമ്പോഴാണ് അതിനെ പറ്റിട്ട് വിഷമവും ഇതൊക്കെ മനസ്സിലാവണത്. എന്തായാലും സമ്മതിക്കണം. നമുക്ക് ഇങ്ങനെ പരിചയമൊന്നുമില്ല, എന്നാൽ നമ്മളൊന്ന് എടുത്തു നോക്കിയത് അന്നത്തെ നോക്കുമ്പോ അത് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാ. തീ ചൂടത്തിട്ട് ഇളക്കലും പിടിക്കലും ഇതൊക്കെ. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക്. ഇനി അടുത്ത് വിളമ്പിക്കൊണ്ടേക്ക് പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും. ഹലോ, അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഇവിടെ ഉണ്ട് അതല്ലേ? അപ്പൊ ഉമ്മാടെ വില എന്താന്ന് ഉപ്പാക്ക് മനസ്സിലാക്കി കൊടുത്തു ഉമ്മ. എന്ത് വെച്ചാലും കഴിക്കുമ്പോ കുറ്റം പറയും. അപ്പൊ ഇന്ന് അനുഭവിച്ചു ഞാൻ. അതെ, കുറ്റം പറയില്ല എന്നല്ലേ അർത്ഥം. ഒരു ദിവസം വെക്കണ പ്ലാൻ ഇട്ടിട്ട് ആളെ അടുക്കളയിൽ നിർത്തി. നൈസായിട്ട് ഉമ്മ പണി കൊടുത്താണ് ഉപ്പാക്ക്. അതെ, പ്ലാൻ ഇട്ടിട്ട് അടുക്കളയിൽ നിർത്തിയതാണ്. അപ്പൊ ആള് പറയണേ എളുപ്പമല്ല, നിന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു നല്ലൊരു പണിയാണ്. നമ്മൾ ചെറുപ്പം മുതൽത്തോട്ട് ഈ പണി പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാം. പഠിക്കാത്ത കാരണമാണത്. ഭക്ഷണം കുറ്റം വെച്ചത് കൊടുത്തത് കുറ്റം പറയുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഓരോ പണി കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഉപ്പ വെച്ച ബിരിയാണി കഴിക്കണം നമ്മളെല്ലാരും ആദ്യമായിട്ടാണ് കേട്ടാ. ഇതുപോലെ ഇപ്പൊ കൂടുതൽ നേരം നിന്ന് വെച്ച വേറെ ഫുഡ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മളെ ഇടുന്ന വീഡിയോകളൊക്കെ നമുക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ എത്തുകയും നമ്മളിടുന്ന വീഡിയോ ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. മലയാളത്തിൽ ഞാൻ ഇംഗ്ലീഷ് പറയാൻ നോക്കുന്നത്. അപ്പൊ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.